+1 ആകെ തകിടം മറിഞ്ഞ് +2 ഫ്രഷ് ആയിട്ട് റീസ്റ്റാർട്ട് ചെയ്യാമെന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ റീസ്റ്റാർട്ട് ചെയ്യണം. പക്ഷെ അത് ഫ്രഷ് ആയിട്ടല്ല. +1 നിങ്ങൾ എവിടെ അവസാനിപ്പിച്ചോ അവിടെ നിന്ന് തന്നെ തുടങ്ങണം. ഞാൻ മാത്സിൻ്റെ കേസ് മാത്രം പറയുകയാണ്. നിങ്ങൾ +1 പഠിച്ച ഏതൊക്കെ ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് +2 ആവശ്യമുണ്ട് എന്നുള്ള കാര്യമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക ഏതൊക്കെ ചാപ്റ്റേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ് +1 എന്നുള്ളത് നിങ്ങൾക്ക് അറിയാമായിരുന്നു. അത് എത്രത്തോളം +2 നിങ്ങൾക്ക് ആവശ്യമാണ് എന്നുള്ളത് കൂടി മനസ്സിലാക്കണം. ഓക്കെ, ആദ്യത്തത് നിങ്ങൾ +1 പഠിച്ച രണ്ടാമത്തെ ചാപ്റ്ററായിട്ടുള്ള റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ എല്ലാ ചാപ്റ്ററുകളിലും നമുക്ക് ആവശ്യമായുള്ള ഒരു കോൺസെപ്റ്റാണ് ഫങ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് +2 വരുന്ന സമയത്ത് +1 റിലേഷൻസ് ആൻഡ് ഫങ്ഷൻ രണ്ടാമത്തെ ചാപ്റ്ററാണ്. +2 ആദ്യത്തെ ചാപ്റ്റർ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻ ഇതിൻ്റെ ബാക്കി എന്നതുപോലെ. അപ്പോൾ ഇവിടെ പഠിച്ച എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അവിടെ ആവശ്യമുണ്ട്. ഈ ചാപ്റ്റർ അത് പഠിക്കുന്നതിൻ്റെ ഒരു ബേസാണ്. ആൻഡ് അഞ്ചാമത്തെ ചാപ്റ്ററായിട്ടുള്ള കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി, ആറാമത്തെ അപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്, ഇനിയുണ്ട് ഏഴാമത്തെ ഇൻ്റഗ്രൽസും എട്ടാമത്തെ അപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രൽസ് ഒക്കെ നമുക്ക് പറയാം. ഈ ചാപ്റ്ററൊക്കെ എന്തുകൊണ്ട് റിലേഷൻസ് ആൻഡ് ഫങ്ഷൻ പഠിച്ചിട്ടേ പഠിക്കാവൂ എന്ന് പറയാൻ കാരണം ഫങ്ഷൻസ് ആണ് നമ്മൾ ഈ ചാപ്റ്ററുകളിലൊക്കെ ഡീൽ ചെയ്യുന്നത്. ഫങ്ഷൻ്റെ ഡെറിവേറ്റീവ്, ഫങ്ഷൻ്റെ ഇൻ്റഗ്രൽ, ഒരു ഫങ്ഷൻ ഇൻക്രീസിങ്ങും ഡിക്രീസിങ്ങും ആകുന്നത് എപ്പോൾ, ഫങ്ഷൻ്റെ മാക്സിമം ആൻഡ് മിനിമം വാല്യൂസ്, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എ ഫങ്ഷൻ അല്ലെങ്കിൽ ഒരു ക്വാണ്ടിറ്റി, ഇങ്ങനത്തെ കാര്യങ്ങളാണ് ഈ അപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവിലും കണ്ടിന്യൂറ്റിയിലും ഒക്കെ ഡിസ്കസ് ചെയ്യുന്നത്. ഇൻ്റഗ്രൽസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബാക്കി തന്നെയാണ്, അവിടെയും ഫുൾ ഫങ്ഷൻസ് ആണ്. അപ്പോൾ ഫങ്ഷൻസ് എന്താണെന്ന് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഞാൻ പറഞ്ഞുതരാം. ഫങ്ഷൻസ് മാത്രമല്ല, ഫങ്ഷൻസിൻ്റെ ഗ്രാഫുകളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗ്രാഫുകളൊക്കെ നിങ്ങൾക്ക് ഈ ചാപ്റ്ററുകളിലൊക്കെ ആവശ്യം വരും. ഫങ്ഷൻസ് ആൻഡ് ഇറ്റ്സ് ഗ്രാഫ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫസ്റ്റ് ചാപ്റ്റർ +1 രണ്ടാമത്തെ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അടുത്തത് +1 മൂന്നാമത്തെ ചാപ്റ്ററായിട്ടുള്ള +1 നല്ല വെയിറ്റേജ് ഉള്ള ഒരുവിധ ആൾക്കാർക്കൊന്നും അധികം ഇഷ്ടം ഉണ്ടാകാൻ ചാൻസ് ഇല്ലാത്തൊരു ചാപ്റ്ററായിരുന്നു ട്രിഗണോമെട്രി. പക്ഷേ ഇൻട്രസ്റ്റിംഗ്. ഈ ചാപ്റ്ററാണ് നിങ്ങൾക്ക് +2 ഒട്ടുമിക്ക ചാപ്റ്ററുകളിലൊക്കെ വേണ്ട ബേസിക്സ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് നിങ്ങൾക്ക് ഇൻവേഴ്സ് ട്രിഗണോമെട്രിയിലാണ്. നിങ്ങൾ അവിടെ പഠിച്ചിട്ടുള്ള ഒരുപാട് ഐഡൻറ്റിറ്റീസ് ആവശ്യമുള്ളൊരു ചാപ്റ്ററാണ് ഇൻവേഴ്സ് ട്രിഗണോമെട്രി. അതാണ് ഞാൻ റെഡ് മാർക്ക് ചെയ്തിട്ട് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്ന് കൊടുത്തിട്ടുള്ളത്. ഇവിടെ പഠിച്ച ട്രിഗണോമെട്രി പഠിച്ചിട്ടുള്ള ഒരുപാട് ഇക്വേഷൻസും ഐഡൻറ്റിറ്റീസും നിങ്ങൾക്ക് ആവശ്യമുണ്ട്. റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസിൽ വരുന്നുണ്ട്. ഫങ്ഷൻസിൻ്റെ ഗ്രാഫ് വെച്ചുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ് ആണ്, ട്രിഗണോമെട്രിക് ഫങ്ഷൻസ് ആണ്. അപ്പോൾ അതിൻ്റെ ഗ്രാഫും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇവിടെയും ചെറിയ ചെറിയ രീതിയിൽ വരുന്നുണ്ട്. മെട്രിക്സിലും ഡിറ്റർമിനൻസിലും ഒക്കെ ചെറിയ 1-2 ക്വസ്റ്റ്യൻസ് ടെക്സ്റ്റ് ബുക്കിലുള്ളത് തന്നെ ട്രിഗണോമെട്രി വെച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ ചെറിയ രീതിയിൽ നിങ്ങൾക്ക് ആവശ്യം വരും. ഓക്കെ, അപ്പോൾ അതൊന്ന് കറക്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. sin x × sin x, sin square x, sin square x + cos square x 1, ഇങ്ങനത്തെ ചെറിയ കാര്യങ്ങളൊക്കെ ആവശ്യം വരും. അപ്പോൾ അത് മെട്രിക്സിലും ഡിറ്റർമിനൻസിലും ഉണ്ട്. അപ്പോൾ അത് ഞാനിവിടെ കൊടുത്തിട്ടില്ല. പക്ഷേ കണ്ടിന്യൂറ്റിയിൽ നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആവശ്യമുള്ളത് ഒന്നാണ് ട്രിഗണോമെട്രിക് ഐഡൻറ്റിറ്റീസ്. ഓക്കെ, അവിടെ നമുക്ക് ഡിഫറൻസിയേഷൻ വരുന്നുണ്ട്. അപ്പോൾ ഡിഫറൻസിയേഷനിൽ ഒരുപാട് ട്രിഗണോമെട്രിക് ഫങ്ഷൻസിൻ്റെ ഡെറിവേറ്റീവ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതേപോലെ ഇൻവേഴ്സ് ട്രിഗണോമെട്രിക്കിൻ്റെ ഡെറിവേറ്റീവ് ഉണ്ട്. നമ്മുടെ മൾട്ടിപ്പിൾ ആംഗിൾ ഫോർമുലാസ് ഒക്കെ ആവശ്യം വരുന്നതാണ് കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി. അപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവിലും നമ്മൾ ഈ sin x-ൻ്റെയും cos x-ൻ്റെയും ആ ഫങ്ഷൻസ് ഇൻക്രീസിങ്ങും ഡിക്രീസിങ്ങും ആകുന്ന ഇൻ്റർവെല്ലുകൾ, കാര്യങ്ങൾ, മാക്സിമം വാല്യൂ, മിനിമം വാല്യൂ ഒക്കെ കണ്ടെത്താൻ ഈ ചാപ്റ്ററിൽ ആവശ്യമുണ്ട്. അപ്പോൾ ഫംഗ്ഷനെ പറ്റി, ട്രിഗണോമെട്രിക് ഫംഗ്ഷനെ പറ്റി ബേസിക് ആയിട്ടുള്ള ഐഡിയകൾ വേണം. അതിൻ്റെ ഗ്രാഫുകളൊക്കെ പഠിച്ചു വെക്കുന്നത് നല്ലതാണ് കേട്ടോ. പിന്നെ ഇൻ്റഗ്രൽസിൽ നമുക്ക് ആവശ്യമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, മൾട്ടിപ്ലിക്കേറ്റീവ് ആംഗിൾ ഫോർമുലയാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത്. മൾട്ടിപ്ലിക്കേറ്റീവ് ആംഗിൾ അല്ല, മൾട്ടിപ്പിൾ ആംഗിൾ ഫോർമുലയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആവശ്യമുള്ളത്. അതെന്തായാലും പഠിച്ചിട്ട് നിങ്ങൾ +2 കടക്കാവും. പിന്നെ ഇൻ്റഗ്രൽസിൽ ആവശ്യമുണ്ട്. പിന്നെ മൾട്ടിപ്പിൾ ആംഗിൾ ഫോർമുല മാത്രമല്ല, കുറച്ച് ഇക്വേഷൻസും ഐഡൻറ്റിറ്റീസും ഒക്കെ ആവശ്യമുണ്ട്. അപ്പോൾ എല്ലാം ഒന്ന് പൊടി തട്ടിയെടുക്കുക. ആൻഡ് എട്ടാമത്തെ ചാപ്റ്റർ അപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രൽസിലും വരുന്നുണ്ട്. ഗ്രാഫുകളൊക്കെ വരുന്നുണ്ട്. അവിടെ ഗ്രാഫ് വെച്ചിട്ട് ഏരിയ അണ്ടർ ദി കർവ് ഒക്കെ കാണാനുണ്ട്. അപ്പോൾ sin x-ൻ്റെയും cos x-ൻ്റെയും ഒക്കെ ഗ്രാഫുകളൊക്കെ ഒന്ന് പഠിച്ചു വെക്കാം. പിന്നെ 9ാമത്തെ ചാപ്റ്ററിൽ ഇൻ്റഗ്രൽസിൻ്റെ ബാക്കി ആയതുകൊണ്ട് അതിലും ട്രിഗണോമെട്രിക് ടേമുകളൊക്കെ വരുന്നുണ്ട് ഉണ്ടാവും. 9ാമത്തെ ചാപ്റ്റർ കഴിഞ്ഞ് 10 വെക്ടറിൽ വരുന്നുണ്ട്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. AB cos θ, A dot B എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് B cos θ, A cross B എന്ന് പറഞ്ഞാൽ മാഗ്നിറ്റ്യൂഡ് B sin θ, n cap ഒക്കെ നിങ്ങൾ +1 ഫിസിക്സ് പഠിച്ചതായിരിക്കും. അപ്പോൾ വെക്ടറിലും നിങ്ങൾക്ക് കോസും സൈനൊക്കെ ഉള്ള ടേംസ് വരുന്നുണ്ട്. പിന്നെ ഡയറക്ഷൻ, കോസൈൻസ് വരുന്നുണ്ട്. അവിടെയൊക്കെ നമുക്ക് കോസിൻ്റെ ഒക്കെ ആവശ്യമുണ്ട്. ട്രിഗണോമെട്രിക് ആംഗിൾസ് cos 30, cos 45, cos 60, cos 90 ഒക്കെ എന്തായാലും ആവശ്യമുള്ളതാണ്. അടുത്ത ചാപ്റ്ററിലും ആവശ്യമുണ്ട്. പക്ഷേ ഒരുപാടില്ലാത്തത് കൊണ്ട് ഇവിടെ കൊടുത്തിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇത്രയും ചാപ്റ്റേഴ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആവശ്യമുള്ളതാണ് +1 ട്രിഗണോമെട്രി. നിർബന്ധമായിട്ടും
പൊടി തട്ടി വരിക. ഓക്കെ, ആൻഡ് അടുത്തത് +1 ലീനിയർ ഇനീക്വാലിറ്റി. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ പറയുന്നില്ല. ഇതിൻ്റെ പണ്ട് ലീനിയർ ഇനീക്വാലിറ്റീസ് വെച്ചിട്ട് ഗ്രാഫിലെ പോർഷൻസ് മാർക്ക് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് +1 നിങ്ങൾ പഠിക്കാത്തത് കൊണ്ട് അതിൻ്റെ ബാക്കി എന്നതുപോലെയുള്ളതാണ് LPP. ലീനിയർ ഇനീക്വാലിറ്റീസ് വെച്ചിട്ടുള്ളത് അവിടെ നിങ്ങൾ ഒരുപാട് ഐഡിയകളൊന്നും വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ലീനിയർ ഇനീക്വാലിറ്റീസ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ LPP ഓക്കെയാണ്, നോ പ്രോബ്ലം. ഇതിലും ലീനിയർ ഇനീക്വാലിറ്റീസ് വെച്ചിട്ടാണ് പ്രോബ്ലംസ് ഉള്ളത്, അത്രേ ഉള്ളൂ. ആൻഡ് ഇൻട്രൊഡക്ഷൻ ടു 3D. +1 നമ്മൾ 3Dയുടെ ഇൻട്രൊഡക്ഷൻ ആണ് സ്റ്റാർട്ട് ചെയ്തതെങ്കിൽ +2 എത്തുമ്പോൾ 3D ജോമെട്രി ആയി. സ്പേസിൽ വരുന്ന 2 ലൈൻസിൻ്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ്, ലൈൻ്റെ ഇക്വേഷൻസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പിന്നെ 3D ജോമെട്രി പഠിക്കുക. 2 ഡയമെൻഷണൽ ജോമെട്രിയിൽ ലൈൻ്റെ ഇക്വേഷൻസ്, ലൈനുകളുടെ ഇടയിലുള്ള ഡിസ്റ്റൻസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് 3D ജോമെട്രിയിലേക്ക് വരുമ്പോൾ എങ്ങനെയാണെന്നുള്ളതാണ് +2 പഠിക്കുക. +1 പഠിച്ച 3D ജോമെട്രിയുടെ ആൻഡ് കുറച്ചുകൂടി ഒരു നല്ല ഫോം, അതാണ് +2 3D ജോമെട്രി. ഓക്കെ, ഇതൊന്നും നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടേറിയ സംഭവമൊന്നുമല്ല. അങ്ങനെ ഒരുപാട് നിങ്ങൾ +1 ആ ചാപ്റ്റേഴ്സ് നോക്കി വരേണ്ടതില്ല. ഓക്കെ, എന്നാലും ചെറിയ കാര്യങ്ങളൊക്കെ, ബേസിക് ഐഡിയകളൊക്കെ അറിഞ്ഞിരിക്കുക. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. നിങ്ങൾ ട്രിഗണോമെട്രി എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞോ അതേപോലെ തന്നെ ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ് ഇമ്പോർട്ടൻ്റാണ്. ലിമിറ്റ്സ് എന്ന് പറയുന്ന കൺസെപ്റ്റ് യൂസ് ചെയ്തുകൊണ്ടാണ് 5ാമത്തെ ചാപ്റ്ററിലെ കണ്ടിന്യൂറ്റി സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്താണ് കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത്? കണ്ടിന്യൂറ്റി പറഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഡിഫറൻഷ്യബിലിറ്റി പറയുന്നത്. ആൻഡ് ഡെറിവേറ്റീവ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നാണ് നമ്മൾ ഡിഫറൻസിയേഷൻ, നിങ്ങൾ പഠിച്ചിട്ടുള്ളതാ, ഒരു ഫംഗ്ഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്താലാണ് അതിൻ്റെ ഡെറിവേറ്റീവ് കിട്ടുക. അപ്പോൾ ഡിഫറൻഷ്യബിലിറ്റി എന്ന് പറയുന്ന ടോപ്പിക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഡെറിവേറ്റീവ്സിൽ നിന്നാണ്. അപ്പോൾ ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. നല്ലതുപോലെ ലിമിറ്റ്സ് എന്താണ്, ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്താണ്, റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എന്താണെന്ന് നോക്കി വരിക. ഡെറിവേറ്റീവുകൾ നിങ്ങൾ അവിടെ പഠിച്ച സ്റ്റാൻഡേർഡ് റിസൾട്ടുകൾ, പ്രൊഡക്റ്റ് റൂള്, കോഷ്യൻ റൂള്, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കൃത്യമായിട്ട് പഠിച്ചിട്ട് വരിക. എങ്കിൽ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി വളരെ സിമ്പിൾ ആയിരിക്കും. ഇത് സിമ്പിൾ ആയാൽ മാത്രമേ ഇതിനങ്ങോട്ട് ശേഷമുള്ള 6ാമത്തെ 7ാമത്തെ ഒക്കെ ചാപ്റ്റർ നിങ്ങൾക്ക് ഈസി ആയിട്ട് വരും കേട്ടോ. അപ്പോൾ അത് മനസ്സിലാക്കുക. +1 14ാമത്തെ ചാപ്റ്റർ ആയിരുന്നു പ്രോബബിലിറ്റി എങ്കിൽ +2 അവസാനത്തെ 13ാമത്തെ ചാപ്റ്റർ ആയിട്ടാണ് പ്രോബബിലിറ്റി ഉള്ളത്. എപ്പോഴും അവസാനക്കാരാണ് പ്രോബബിലിറ്റി. അപ്പോൾ ഇവിടെ പഠിച്ച കാര്യങ്ങളെല്ലാം ഇവിടെ ആവശ്യമുണ്ടോ? വളരെ നോർമലായിട്ട് നിങ്ങൾ പഠിച്ച റാൻഡ് എക്സ്പെരിമെൻറ്റ്, സാമ്പിൾ സ്പേസ്, ഔട്ട്കംസ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. ഓക്കെ, പിന്നെ ചെറിയ ചെറിയ റിസൾട്ടുകളൊക്കെ പഠിച്ചിട്ടുണ്ടാവും. P(a) യൂണിയൻ B = P(a) + P(b) - P(a) ഇൻ്റർസെക്ഷൻ B, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ, മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവൻസ്, എക്സോസ്റ്റീവ് ഇവൻസ്, ആ സംഭവങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് ഇവിടെ ആവശ്യമുള്ളത്. അതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് വരിക. അപ്പോൾ +1 നിങ്ങൾ എവിടെ അവസാനിപ്പിച്ചോ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് അവിടെ നിന്ന് തുടങ്ങിയിട്ട് വേണം +2 മാത്സിലേക്ക് കടക്കാൻ. ചാപ്റ്റേഴ്സിൻ്റെ എണ്ണം ഒന്ന് കുറവാണെങ്കിലും പഠിക്കാനുള്ള കോണ്ടന്റ് കുറച്ച് വലുതാണ്, അല്ലെങ്കിൽ കുറച്ച് കൂടുതലാണ്. സോ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ +2 മാത്സ് പഠിക്കാൻ തുടങ്ങുക. ആൻഡ് ഓൾ ദ ബെസ്റ്റ്. നമ്മൾ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ആൻഡ് നിങ്ങളും നല്ലതുപോലെ വർക്ക് ചെയ്യുക. നല്ലൊരു അക്കാദമിക് ഇയർ ആയിട്ട് ഈ വർഷം മാറട്ടെ.